ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പാർട്സ് കറി വെച്ചാലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ചട്ടിയിലിട്ട് വഴറ്റാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇടുന്നുണ്ട്, ഒരു 8 ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടി ചതച്ചിടുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി തട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി നന്നായിട്ട് വഴറ്റി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ചൂടാക്കി എടുക്കണം. അങ്ങനെ അതങ്ങനെ സെറ്റാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല അല്ല, നമുക്ക് ഗരം മസാലയാണ് യൂസ് ചെയ്യേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് ചിക്കൻ മസാല ഇടുന്നത്. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതെങ്ങനെ ഇട്ട് ഈ ഒരു പരിവായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിൽ ചിക്കൻ പാർട്സ് ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ട്. അപ്പോൾ അതങ്ങ് തട്ടി കൊടുക്കാം ഈ ഒരു സമയത്ത്. അങ്ങനെ അതൊന്ന് നല്ലോണം കൂട്ടി യോജിപ്പിച്ച് അങ്ങ് വെക്കാം. ഇനി ഇതിലേക്ക് ആ തിളപ്പിച്ച വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ലോണം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇളക്കി വയ്ക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തക്കാളി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഒരു ചെറിയൊരു മധുരം പോലത്തെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ തക്കാളി സോസ് ഇട്ട് കഴിഞ്ഞാൽ. ഇതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ്. അപ്പോഴത്തേക്കും നമ്മുടെ കറി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചോറെടുത്തത് കറി വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കരളായ ലിവർ എടുക്കുക, ലിവർ പൂൾ എടുത്ത് അങ്ങ് ആ ചോറിലേക്ക് വെക്കുക. ഗ്രേവിയും കൂടി കൂട്ടിയിട്ട് അങ്ങ് കഴിക്കുക കേട്ടോ. കിടിലൻ ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ആ ഗ്രേവിയുടെയൊക്കെ ടേസ്റ്റും നമ്മുടെ മസാല കൂട്ടിൻ്റെ ഒരു ടേസ്റ്റാട്ടോ കൂടുതലായിട്ട് നിൽക്കുക. അങ്ങനെ ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ വീണ്ടും ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.